മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാൻ ശ്രമം നടത്തുന്നുണ്ട് എന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഇപ്പോഴത്തെ സീറ്റുകൾ കൂടാതെ തിരുക്കൊച്ചി ഭാഗത്ത് 4 സീറ്റ് അവർ ആവശ്യപ്പെടുന്നുണ്ട്. അതുവഴി ഭരണം പിടിച്ച് മുഖ്യമന്ത്രിയാകാനുള്ള തന്ത്രപരമായ നീക്കമാണ് ലീഗ് നടത്തുന്നത് എന്നും വെള്ളാപ്പള്ളി പറയുകയാണ്. സൂംബ ഡാൻസിന് ഒരു കുഴപ്പവുമില്ല, അത് മുസ്ലിം വിരുദ്ധമല്ല. വിദ്യാഭ്യാസ മന്ത്രി മാന്യനും മര്യാദക്കാരനുമാണ്. ഈഴവർ നന്നാകരുത് എന്നാണ് ചാനൽ മുതലാളിമാർക്ക്. ഓരോ സമുദായവും എവിടെ നിൽക്കുന്നു എന്നറിയാൻ സാമ്പത്തിക സാമൂഹ്യ സർവേ നടത്തണമെന്നും വെള്ളാപ്പള്ളി പറയുകയാണ്. SNDP യോഗം കോട്ടയം ശാഖ നേതൃസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാന്തപുരം എന്തു കുന്തമെടുത്ത് എറിഞ്ഞാലും താൻ പറയാനുള്ളത് പറയുമെന്നും മതപണ്ഡിതന്മാർ ഭരണത്തിൽ ഇടപെടുന്നുവെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുകയാണ്. മുസ്ലിം കൂട്ടായ്മയായ മുസ്ലിം ലീഗിനെ മതേതര പാർട്ടി എന്നാണ് വിളിക്കുന്നത് എന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു. പിണറായിയുടെ നാരേറ്റീവാണ് വെള്ളാപ്പള്ളി പ്രചരിപ്പിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും വെള്ളാപ്പള്ളി പച്ചയ്ക്ക് വർഗീയ പറയുന്നുവെന്ന് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചിരിക്കുകയാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ പരോക്ഷ വിമർശനവുമായി ഗോകുലം ഗോപാലനും രംഗത്ത് വന്നിരിക്കുകയാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ അവഹേളിക്കാനുള്ള ചിലരുടെ ശ്രമങ്ങൾ മതസൗഹാർദ്ദത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് എന്ന് ഗോകുലം ഗോപാലൻ പറഞ്ഞിരിക്കുകയാണ്. ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. മതേതരവാദികളെല്ലാം കാന്തപുരം ചെയ്ത നല്ല കാര്യത്തിനൊപ്പമാണ് എന്ന കാര്യം തിരസ്കരിക്കരുത് എന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞിരിക്കുകയാണ്. കാന്തപുരം മനുഷ്യ സ്നേഹത്തിന്റെ കേരള മാതൃകയാണ്. ജാതിക്കും മതത്തിനും അപ്പുറത്തെ മാനവികതയാണ് കാന്തപുരം ഉയർത്തിപ്പിടിച്ചത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ തടവിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കുന്നതിൽ കാന്തപുരം ഉസ്താദ് നടത്തിയ പ്രവർത്തനം രാജ്യത്തിന് തന്നെ ആശ്വാസം പകർന്നിട്ടുണ്ട് എന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞിരിക്കുകയാണ്. കാന്തപുരം പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കേണ്ട സ്ഥിതിയിലാണ് കേരള സർക്കാരിനെന്ന വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിന് പിന്നാലെയാണ് ഗോകുലം ഗോപാലിന്റെ ഈ പ്രതികരണം വന്നിരിക്കുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറയുന്നത് കേട്ട് ഭരിച്ചാൽ മതിയെന്നുള്ള സ്ഥിതിയാണ് സംസ്ഥാന സർക്കാരിനെന്നും സൂംബ വിവാദവും സ്കൂൾ സമയമാറ്റവും ഇതിന്റെ ഭാഗമാണ് എന്നുമാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കോട്ടയത്ത് നടന്ന SNDP നേതൃസംഗമം പരിപാടിയിലായിരുന്നു വെള്ളാപ്പള്ളിയുടെ ഈ പരാമർശം. കൂടാതെ മലപ്പുറത്തെ കേന്ദ്രീകരിച്ചും മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടും വെള്ളാപ്പള്ളി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മുസ്ലിങ്ങൾ ജനസംഖ്യ വർദ്ധിപ്പിക്കുകയാണ് എന്നും അതുകൊണ്ടാണ് മലപ്പുറത്ത് നിയമസഭാ മണ്ഡലങ്ങൾ വർദ്ധിക്കുകയാണ് എന്നുമാണ് വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പരിപാടിയിൽ പങ്കെടുത്ത ഈഴവ സ്ത്രീകളോട് പ്രൊഡക്ഷൻ കുറയ്ക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വെള്ളാപ്പള്ളിയുടെ ഈ പരാമർശം തന്നെ. നിലവിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷമായ വിമർശനം തന്നെയാണ് ഉയർന്നു വരുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, സഹകരണ തുറമുഖ മന്ത്രി VN വാസവൻ, മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം, മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ വെള്ളാപ്പള്ളിയുടെ പരാമർശത്തെ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. എന്നാൽ പരാമർശം വിവാദമായിട്ടും കാന്തപുരം എന്ത് കുന്തമറിഞ്ഞാലും താൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള നിലപാടിലാണ് വെള്ളാപ്പള്ളി നടേശനുള്ളത്.